ഹലോ ഗൈസ്, വെൽക്കം ടു കൃഷ്ണൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡിസ്നിയുടെ D23 ഈവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന മൂവീസും പിന്നെ ചില അനിമേറ്റഡ് മൂവീസിൻ്റെ ട്രെയിലറും ഒരുപാട് കാര്യങ്ങൾ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മുടെ മുഫാസ ദ ലയൺ കിങ് മൂവിയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ടീസറാണ് വന്നത്. അപ്പോൾ ഇപ്പം വന്ന ഒഫീഷ്യലായിട്ടൊരു എക്സ്റ്റെൻഡഡ് ട്രെയിലർ തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചത് ആൻഡ് നമുക്ക് പടത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ മൂവി വന്ന് December 20 റിലീസ് ആകാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലോട്ട് പോകാം. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ വരുമായിരുന്നു. ഞാൻ തമിഴിനൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച്, പക്ഷേ സമയം കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇത് വന്ന് നമ്മുടെ സിംബയുടെ അച്ഛനായിട്ടുള്ള മുഫാസയുടെ സ്റ്റോറി പറയുന്ന ഒരു പടമാണിത്. സോ മുഫാസ ആരാ എന്താ അതൊക്കെ പറയുന്ന ഒരു പടമാണ്. ഇത് പ്രീക്വൽ മൂവിയാണ്. അപ്പം ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റഫീഖ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങനെയാണ്. സോ ഇദ്ദേഹം വന്ന് 3 ജനറേഷനായിട്ട് ഇരിക്കുന്ന ഒരു കുരങ്ങനാണ്. അപ്പോൾ ഈ ഒരു കുരങ്ങൻ വന്ന് ഈ നമ്മുടെ ഒരു കുട്ടി സിംഹത്തിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആ ഒരു സിംഹം ആരെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ആ കുട്ടി സിംഹം ആരെന്ന് വെച്ചാൽ കിയാറ എന്നാണ് പേര്. അത് വന്ന് നമ്മുടെ സിംബയുടെ മകനാണ്. സോ സിംബയുടെ മകൻ്റെ അടുത്ത് ഈ റഫീഖ് പറയുന്ന കഥയാണ് ഈ എൻ്റെയർ മൂവി. സോ നിൻ്റെ അപ്പൂപ്പൻ ആരെന്നറിയാമോ എന്ന് പറഞ്ഞ് പറയുന്ന ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്, അതായത് മുഫാസയുടെ സ്റ്റോറി. ആൻഡ് അവിടെ മറ്റൊരാളും കൂടെ ഉണ്ട്, അതായത് 2 പേരുണ്ട്. നമ്മുടെ ടിമോയ് ബൂംബെ അവിടെ ഉള്ള നമുക്ക് കാണാൻ പറ്റും. സോ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നത്, ചിലപ്പോൾ നമ്മുടെ സിംബയുടെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. ചിലപ്പോൾ അതായിരിക്കാം നമ്മുടെ ടിമോയ് ബൂംബെയുടെ പുതിയ ജോലി എന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ആൻഡ് അടുത്ത സീനിൽ നമുക്ക് നമ്മുടെ മുഫാസയെ കാണാം. സോ മുഫാസ വന്ന് ഇങ്ങനെ ഒരു ഒഴുക്കിൽ പെട്ടിയെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സമയം നമ്മുടെ ടാക്ക വന്ന് നമ്മുടെ മുഫാസയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ടാക്ക ആരെന്നറിയാമല്ലോ, സ്കാറാണ്. അപ്പോൾ അങ്ങനെ പോകണവർക്ക് ഈ ഒരു ടാക്ക നേരെ മുഫാസയെ കൊണ്ട് പുള്ളിയുടെ ഒരു ഫാമിലിയുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. എനിക്ക് ബ്രദർ ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി തൊട്ട് ഇവനാണ് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. പക്ഷേ ടാക്കയുടെ ഫാമിലിയിലുള്ള ആ സിംഹങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യാത്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിന് റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ടാക്ക വന്ന് റോയൽ ബ്ലഡിൽ ചേർന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവരാണ് ട്രൂ കിങ് ആവേണ്ടവർ, റോയൽ ബ്ലഡ് ഉള്ളവർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടാക്ക വന്ന് വേറൊരു സിംഹത്തിനെ ഈ ഫാമിലിയിലോട്ട് കൊണ്ടുവന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവം. ആൻഡ് ഇത് വന്ന് ഇപ്പോൾ ഒരു ചെറിയ കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. സോ ഇങ്ങനെ മാറ്റിയതില്ല, അതായത് ഈ സ്റ്റോറി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് സത്യം പറഞ്ഞാൽ ടാക്ക വില്ലൻ ആവേണ്ടതല്ലല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് പടത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. കാരണം ഈ ഒരു മൂവിയിൽ നമ്മൾ എന്തായാലും മുഫാസയുടെ അച്ഛനെയും അമ്മയും കാണാൻ പോവുകയാണ്. ട്രെയിലറിൽ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ ചിലപ്പോൾ റോയൽ ബ്ലഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എന്തായാലും ഒരു നല്ല എക്സ്പ്ലനേഷൻ പടത്തിലുണ്ടാവും. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ഈ ഒരു മുഫാസയും ടാക്കയും ഇങ്ങനെ ഒരുമിച്ച് ബ്രദേഴ്സായിട്ട് വളരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവർക്കിടയിൽ ഒരു ബ്രദർലി ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ഈ അടുത്ത സീനിലൊക്കെ കാണാൻ പറ്റും. അടുത്ത സീനിൽ നമുക്ക് കുറച്ച് വൈറ്റ് സിംഹങ്ങളെ കാണാൻ പറ്റും. ആൻഡ് ഈ വൈറ്റ് സിംഹങ്ങൾക്ക് ഒരു ലീഡറുണ്ട്, അതാണ് കീറോസ് എന്ന് പറയുന്ന സിംഹം. അപ്പോൾ ഇവനാണ് ഇതിലെ വില്ലൻ. ഓക്കെ, സോ ഇവൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഇവനെ വന്ന് ഈ ഒരു കിങ്ഡംസ് ഒക്കെ റൂൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സർക്കിൾ ഓഫ് ലൈഫില്ലേ, അതായത് ഈ പഴുത് വന്ന് പാമ്പിനെ പിടിക്കും, പാമ്പ് വന്ന് ഇലയെ തിന്നും, അങ്ങനെയുള്ള ആ സർക്കിളില്ലേ, അപ്പോൾ അത് വന്ന് ഇവനെ നശിപ്പിക്കണമെന്നാണ് ഇവൻ്റെ ലക്ഷ്യം. അപ്പം ഇവനെ ഡിഫീറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ടാക്കയും മുഫാസയും കൂടെ ബ്രദേഴ്സായിട്ട് നിന്ന് എങ്ങനെ ഇവനെ ഡിഫീറ്റ് ചെയ്യുന്നു, അതാണ് എൻ്റെ ഒരു ബേസിക് സ്റ്റോറി. ആൻഡ് ഇവർ നടത്തുന്ന അഡ്വഞ്ചേഴ്സൊക്കെയാണ് ഈ ഒരു പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും പടം സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. ക്വാളിറ്റിയൊക്കെ സൂപ്പറായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഇനി ഉറപ്പായിട്ട് ഇനിയും ലയൺ കിങ്ങുമായി ബന്ധപ്പെട്ട് മൂവീസ് വരാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സിംബയുടെ മകനൊക്കെ ഇല്ലേ, സോ അവനെ ഫോക്കസ് ചെയ്തൊക്കെ ഇനി അടുത്ത മൂവിയൊക്കെ വരാം. അപ്പം നിങ്ങൾക്ക് ട്രെയിലറിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്, ആരൊക്കെ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റി ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.